ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ വയനാട് കളക്ടറേറ്റിൽ അവലോകന യോഗം തുടരുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ ആർ മേഘശ്രീ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ എല്ലാ പരാതികളും കേൾക്കുമെന്നും രണ്ടാം ഘട്ടമെന്നത് 2 സമയങ്ങളിലായല്ല ഒരേ സമയത്ത് പൂർത്തിയാവുന്ന വിധത്തിലാണ് നടപ്പാക്കുകയെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. രണ്ടാം ഘട്ട മാനദണ്ഡങ്ങൾ ഉടൻ പുറത്തിറക്കും. ഇപ്പോൾ ഒന്നാം ഘട്ട ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. ഒരുമിച്ചായിരിക്കും പൂർത്തിയാവുക. കൽപ്പറ്റ എൽസ്റ്റണിൽ 5 സെന്റ് ഭൂമി സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പരിഗണിക്കും. മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ക്യാബിനറ്റിന്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. 2 ഘട്ടമെന്ന പേരിലാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 പേരുടെയും പുനരധിവാസം ഒരുമിച്ചായിരിക്കും. അതിൽ വേറെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ക്രൈറ്റീരിയ തയ്യാറാക്കുമ്പോൾ 2 കൂടി മിക്സ് ചെയ്ത് വന്നാൽ ആളുകൾ എടുക്കുന്നതിലേക്കും വിടുന്നതിലേക്കും ചെറിയ പ്രയാസം. രാവിലെ LDF നേതൃയോഗത്തിലും മന്ത്രി പങ്കെടുത്തു. ജില്ലാ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിന് മുൻപ് ചൂരൽമല മുണ്ടക്കൈ ജനകീയ സമിതിയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി. കൽപ്പറ്റയിൽ നൽകുന്ന സ്ഥലത്തിന്റെ കുറവും ടൗൺഷിപ്പിൽ ഉൾപ്പെടാൻ താൽപര്യമില്ലാത്തവർക്ക് നൽകുന്ന തുകയുടെയും കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം മന്ത്രിയെ അറിയിച്ചെന്നും പരിഹാരമുണ്ടാവുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതായും സമിതി അംഗങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് 5 സെന്റ് എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിഷയമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. മന്ത്രി അപ്പോൾ ഭൂമിൻ്റെ അളവുകൾ നടക്കുന്നുണ്ട്. ഫിസിക്കൽ സർവേ നടന്നതിന് ശേഷം ഭൂമി കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഈ ആവശ്യം അംഗീകരിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 10 സെന്റിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റുന്നതാണ് മന്ത്രി വാക്കാലൊരു ഉറപ്പ് നമുക്ക് തന്നിട്ടുള്ളത്. എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകളിലാണ് ടൗൺഷിപ്പ് നടപ്പാക്കുന്നത്. ഇതിനു മുന്നോടിയായി വില നിശ്ചയിക്കാനുള്ള സർവേ ഇന്നും തുടരുകയാണ്. 15-ന് മുൻപ് റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കും. സ്പെഷ്യൽ ഓഫീസർ ജെഒ അരുണിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ. തുടർ നടപടികൾ സംബന്ധിച്ച വിശകലനവും ഭാവി പരിപാടികളുടെ അവലോകനവും സംബന്ധിച്ചാണ് ഇന്ന് പ്രത്യേക യോഗം മന്ത്രി കെ രാജൻ വിളിച്ചു ചേർത്തത്. കൈരളി ന്യൂസ്, വയനാട്.